നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി സമർപ്പിക്കാൻ പോവുകയാണ്. അത് അജിത് പവാറിന്റെ ദുരൂഹ മരണത്തിൽ തുടങ്ങി നിരവധിയായ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഭീമ ഹർജിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുഷ്ടലാക്ക് ഉൾപ്പെടെ കേന്ദ്രത്തിൽ BJP ഇരുന്നു കൊണ്ട് ഓരോ സംസ്ഥാനത്തും അട്ടിമറി നീക്കം നടത്താൻ ശ്രമിക്കുന്നതിനെയും പൗരത്വ രജിസ്ട്രേഷനിൽ വരുത്തിയിരിക്കുന്ന മാറ്റം, SIR നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ അന്വേഷണം വേണം. ഈ രാജ്യം വലിയ രീതിയിലുള്ള അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും NDAയിലേക്ക് പോകുന്ന ഘടകകക്ഷികൾ NDA വിട്ടാൽ അവർക്കുണ്ടാകുന്ന അധോഗതിയെക്കുറിച്ച് പലർക്കും ഇന്ന് ഭയമാണ് തോന്നുന്നത് എന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. താൻ NDA മുന്നണിയിൽ മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് എന്നും അടൽ ബിഹാരി വാജ്പേയിയോടും അതുപോലെ LK അദ്വാനിയോടും അടുപ്പം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും ഒരു മൊറാലിറ്റിയും ഇല്ലാത്ത, ഒരു രീതിയിലും പ്രതിപക്ഷ ബഹുമാനം കാത്തുസൂക്ഷിക്കാൻ താല്പര്യപ്പെടാത്ത, അവർ ഏതാണോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് എന്ന് കൃത്യമായി മമതാ ബാനർജി ഇപ്പോൾ മാധ്യമങ്ങളോട് വിവരിക്കുകയാണ്. അതിലുണ്ട് എല്ലാം. മമതയുടെ വാക്കുകളിൽ തീക്ഷ്ണതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് കിരാത ഭരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബംഗാളിൽ അവർ ഗുണ്ടായിസം പയറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു, പ്രതിരോധമായിരുന്നു. കാരണം CPIMന്റെ അക്രമവും അഴിഞ്ഞാട്ടവും വലിയ തോതിൽ എതിർത്തുകൊണ്ട് മമത തീപ്പൊരി നേതാവായി ബംഗാളിൽ 2011 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അമർന്നിരുന്നപ്പോൾ പിന്നെ CPIMന്റെ പരിപൂർണ നാശമാണ് കണ്ടത്. ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ എല്ലാം നീക്കങ്ങൾ ചുക്കാൻ വഹിച്ചത് മമതാ ബാനർജിയാണ്. അവിടെ നിന്ന് ഊർജം കൊണ്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കം BJPയിലേക്ക് എത്തുകയും സുവേദു അധികാരി അടക്കമുള്ള അധികാരി കുടുംബം BJPയിലേക്ക് ചേക്കേറുകയും അവരുടെ ഇമ്പാക്റ്റോടുകൂടി കുറച്ചധികം സീറ്റുകൾ BJP നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ മമത ഇപ്പോഴും BJPക്ക് തൊടാൻ കഴിയുന്നില്ല. ബംഗാളിൽ മമതയ്ക്കപ്പുറത്തേക്ക് ഒരു നേതാവ് ഇനിയും വളരാൻ ഒരുപാട് കാലമെടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, അജിത് പവാറിനെ മഹാരാഷ്ട്രയിൽ ഒതുക്കാൻ ഒരുപാട് കളികൾ നടന്നിരുന്നു. അജിത് പവാറുമായി BJPയിലെ പല നേതാക്കളും തെറ്റിപ്പിണങ്ങുന്ന ഒരു കാഴ്ചയും ഈ അടുത്തുണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് മമത പറയുന്നത്. തനിക്കും ഭീഷണികൾ പലയിടത്തു നിന്നും വരികയാണെന്നും അജിത് പവാറിൻ്റെ മരണം ദുരൂഹത ഏറിയതാണെന്നും തനിക്കും പല കാര്യങ്ങളിലും ആശങ്കയുണ്ട്. പല യാത്രകളും താൻ നടത്തുമ്പോൾ അതിൽ വളരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാറുണ്ട് എന്ന് മമത പറയുമ്പോൾ അതിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് മമത എത്രത്തോളം കൃത്യമായി കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെ വീക്ഷിക്കുന്നു എന്നുള്ളത്.